ഒരു വൈവാഹിക തട്ടിപ്പു റാക്കറ്റിന്റെ കള്ളക്കളികൾ പൊളിച്ചടുക്കിയിരിക്കുകയാണ് യു പി പോലീസ്. അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള 21-കാരിയായ ഒരു യുവതിയാണ് സംസ്ഥാന വ്യാപകമായി നടന്ന വിവാഹ തട്ടിപ്പിൽ കുറഞ്ഞത് 12 പുരുഷന്മാരെയെങ്കിലും കബളിപ്പിച്ച് വിവാഹം കഴിച്ചതെന്ന് പോലീസ് പറയുന്നത്. ഉത്തർപ്രദേശ് ജൗൻപൂർ സ്വദേശിയായ ഗുൽഷാന റിയാസ് ഖാനാണ് പോലീസിന്റെ പിടിയിലായത്. യഥാർത്ഥ പേര് ഗുൽഷാന എന്നാണെങ്കിലും കാജൽ, സീമ, നേഹ, സ്വീറ്റി എന്നിങ്ങനെ വിവിധ പേരുകളിലാണ് പല സംസ്ഥാനങ്ങളിലായി നടത്തിയ വിവാഹങ്ങളിൽ ഇവർ അറിയപ്പെടുന്നത്. എല്ലാ വിവാഹ വേദികളിലും ഒരേ നാടകം തന്നെയാണ് അരങ്ങേറിയതും. വിവാഹം കഴിഞ്ഞ ഉടനെ പതിവ് പോലെ 5 പുരുഷന്മാരടങ്ങുന്ന സംഘം വധുവിനെ തട്ടിക്കൊണ്ടുപോകും. വരനും വീട്ടുകാരും എത്ര തിരഞ്ഞാലും ആളെ കിട്ടില്ല. ആഭരണങ്ങളായും പണമായും ഒക്കെ കിട്ടുന്നത് സംഘാംഗങ്ങൾ വീതിച്ചെടുക്കും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അടുത്ത പേരിൽ മാട്രിമോണിയലിൽ പുതിയ വെബ്സൈറ്റുകളിൽ ഇവർ രംഗത്തെത്തുകയും ചെയ്യും. യഥാർത്ഥ ജീവിതത്തിൽ ഗുൽഷാന ഉത്തർപ്രദേശിലെ ജൗൻപൂരിൽ നിന്നുള്ള തയ്യൽക്കാരനായ റിയാസ് ഖാനുമായി വിവാഹിതയാണ്. തന്റെ സംഘത്തിലെ വരുമാനത്തിന്റെ 5% ഇയാൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് ഇവരുടെ മൊഴി അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ബസ്കരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കസ്ദഹ ഗ്രാമത്തിന് സമീപം അംബേദ്കർ നഗർ പോലീസ് ഇവളെയും സിൻഡിക്കേറ്റിലെ 8 അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തതോടെയാണ് ഈ കഥ പുറത്തുവന്നത്. 72,000 രൂപ, ഒരു മോട്ടോർ സൈക്കിൾ, ഒരു സ്വർണ്ണ മംഗൾസൂത്രം, 11 മൊബൈൽ ഫോണുകൾ, 3 വ്യാജ ആധാർ കാർഡുകൾ എന്നിവയും പോലീസ് ഇവരോടൊപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. വിവാഹം ശരിയാകാത്ത പുരുഷന്മാരുടെ ബന്ധുക്കളെയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. ഇവരുടെ ഏറ്റവും പുതിയ ഇര ഹരിയാനയിലെ സോനു ആയിരുന്നു. ഒരിക്കലും നടക്കാത്ത ജീവിതത്തിനായി അയാൾ 80,000 രൂപയാണ് നൽകിയത്.